മദ്യം കലർന്ന ജ്യൂസ് നൽകി അബോധാവസ്ഥയിലാക്കാൻ അയാൾ ശ്രമിച്ചു. കാസ്റ്റിംഗ് കൗച്ച് ദുരനുഭവം വെളിപ്പെടുത്തി രശ്മി ദേശായി. സിനിമാ രംഗത്തും മറ്റും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച്. നിരവധി താരങ്ങൾ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഹിന്ദി ടെലിവിഷൻ താരവും ബിഗ് ബോസ് സീസൺ 13 മത്സരാർത്ഥിയുമായ രശ്മി ദേശായിയുടെ തുറന്നു പറച്ചിലാണ് ചർച്ചയാവുന്നത്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ സംവിധായകൻ ഓഡീഷന് വിളിച്ചുവെന്നും അവിടെ വെച്ച് ജ്യൂസിൽ മദ്യം കലർത്തി അബോധാവസ്ഥയിലാക്കി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് രശ്മി പറയുന്നത്. ഒരു ദിവസം എന്നെ ഓഡീഷന് വേണ്ടി വിളിച്ചു. ഞാൻ വളരെയധികം സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അവിടെ എത്തിയത്. പക്ഷേ അവിടെ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാൾ എനിക്ക് ജ്യൂസിൽ മദ്യം കലർത്തി എന്നെ അബോധാവസ്ഥയിലാക്കാൻ നോക്കി. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ കുറെ നിർബന്ധിച്ച് മനസ്സ് മാറ്റാൻ നോക്കി. 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്നും പുറത്തു വരുന്നത്. നടന്നതെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ അയാളെ വീണ്ടും കണ്ടു. അമ്മ അവന്റെ കരണത്തടിച്ചു. 13 വർഷം മുമ്പ് കരിയർ ആരംഭിക്കുമ്പോൾ എനിക്ക് യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലായിരുന്നു. ഇൻഡസ്ട്രിയിലെ ആരെയും അറിയില്ലായിരുന്നു. കാസ്റ്റിംഗ് കൗച്ചിന് സമ്മതിച്ചില്ലെങ്കിൽ അവസരം കിട്ടില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അയാളുടെ പേര് സൂരജ് എന്നായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ആദ്യം കണ്ടപ്പോൾ അയാൾ എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിച്ചു. അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രശ്മി ദേശായി പറഞ്ഞത്.